എല്ലാവരെയും മറ്റൊരു പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കൂടി ഇറാനെ ആക്രമിച്ച് തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. ആൾനഷ്ടവും ആയുധനഷ്ടവും ഇരുഭാഗത്തും കാര്യമായ വ്യത്യാസമില്ലാതെ തുടരുന്നത് ഇറാന്റെ കരുത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. കേവലം 5 ദിവസത്തെ യുദ്ധം കൊണ്ട് തന്നെ 500 മുതൽ 650 വരെ അമേരിക്കൻ സൈനികരെ കൊന്നൊടുക്കി എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. യുദ്ധം തുടങ്ങിയപ്പോൾ കൂടുതൽ ശവപ്പെട്ടികൾ തയ്യാറാക്കി വെച്ചോളൂ എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മരിച്ചവരെക്കാൾ എത്രയോ ഇരട്ടി അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അമേരിക്ക ഇക്കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കുകയാണ് ഉണ്ടാകുന്നത്. ഇറാന്റെ വാദത്തെ തള്ളിക്കൊണ്ട് വെറും 6 പേർ മാത്രം കൊല്ലപ്പെട്ടു എന്നാണ് അമേരിക്ക പുറത്തുവിടുന്ന കണക്ക്. എന്നാൽ ഇതിനകം തന്നെ അമേരിക്കയിലേക്ക് അതീവ രഹസ്യമായി അനേകം ശവപ്പെട്ടികൾ പോയിട്ടുള്ളതായി ടെഹ്റാന്റെ ചില വെബ്സൈറ്റുകൾ സൂചിപ്പിക്കുന്നു. കാർഗോ വിമാനങ്ങളിലാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോയത് എന്നാണ് വെബ്സൈറ്റുകൾ പറയുന്നത്. മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്ന അമേരിക്കൻ പട്ടാളക്കാരുടെ മേൽ ഇറാൻ ബോംബ് ചെയ്താൽ അവരാരും മരിക്കില്ല എന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. മരണം മിഡിൽ ഈസ്റ്റിലുള്ളവർക്ക് മാത്രം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല. അത് അമേരിക്കക്കാരൻ്റെ മേത്ത് ബോംബ് വിടാൻ ചാകും, ജൂതന്റെ മേത്ത് ബോംബ് വിടാൻ ചാകും. എന്നാൽ നമ്മുടെ ഇന്ത്യയിലുള്ള, പ്രത്യേകിച്ച് കേരളത്തിലുള്ള പത്രമാധ്യമങ്ങൾ അമേരിക്കൻ പക്ഷ ചായ്വുള്ളത് കൊണ്ട് ഒരിക്കലും ഇറാന് ഒരു മുന്നേറ്റമുള്ളതായിട്ട് അവർ കാണിക്കില്ല, അല്ലെങ്കിൽ പറയില്ല എന്നുള്ളതാണ്. ഇറാനുണ്ടായ നഷ്ടങ്ങൾ സ്ഥിരമായി കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ അത് മുഴുവൻ വിശ്വസിക്കും. അതാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇസ്രായേലിനെ സംബന്ധിച്ച് അതിഭീകരമായ ആക്രമണമാണ് ഇസ്രായേലിൽ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഇന്റർസെപ്റ്ററുകൾ, അതായത് അയൺ ഡോമും താഡും ഒക്കെ വളരെ നിഷ്ഫലമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുമ്പോൾ അതിൻ്റെ സ്പീഡ് കാരണം ഇതിൽ നിന്ന് തടയാൻ കഴിയില്ല. അത് നമ്മൾ കഴിഞ്ഞ തവണ യുദ്ധത്തിൽ കണ്ടതാണ്. തന്നെയുമല്ല, ഇക്കഴിഞ്ഞ ജൂണിൽ ഇറാനുമായിട്ടുണ്ടായ യുദ്ധത്തിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരു മേൽക്കോയ്മ ഇറാന്റെ ആകാശത്തുണ്ടായിരുന്നു. കാരണം ഇറാന് അന്ന് ആകാശ പ്രതിരോധ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അടുത്ത യുദ്ധം വീണ്ടും വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവർ ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ രാജ്യത്ത് വളരെയധികം ഘടിപ്പിക്കുകയും അതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്നും അമേരിക്കയുടെയും ഒക്കെ വിമാനങ്ങളെ തടയുകയും അതല്ലെങ്കിൽ മിസൈലുകളെ തടയുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഇറാൻ ഉണ്ടാകുന്നില്ല. പിന്നെ എവിടെയും കുറേ ആക്രമണം നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ മരിക്കുമല്ലോ. ഇറാനിൽ സംഭവിക്കുന്നുണ്ട്, കെട്ടിടങ്ങൾ തകരുന്നുണ്ട്. ഇത് തന്നെ ഇസ്രായേലിൽ സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ തന്നെ അമേരിക്ക ഒരുപാട് വ്യാജ ന്യൂസുകൾ പടച്ചിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ അടിച്ചു പൊളിച്ചു, ഇനി ഇറാൻ ആണവ കേന്ദ്രം ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ അതേ അമേരിക്ക തന്നെ യുദ്ധം കഴിഞ്ഞപ്പോൾ ഇറാനെ ഒന്നും നശിച്ചിട്ടില്ല എന്ന് എടുത്തു പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ഇത്തവണ സംഭവിക്കും. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കുറേ ആളുകളെയൊക്കെ കൊല്ലും, അത് ഇസ്രായേലിനും കൊല്ലും, സ്വാഭാവികം. മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ പട്ടാളക്കാരും കൊല്ലപ്പെടുന്നുണ്ട്. അല്ലാതെ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ആരും മരിക്കരുത് എന്ന് പറയുന്നത് അത് യുദ്ധത്തോട് തന്നെയുള്ള ഒരു അനീതിയാണ് എന്ന് വേണം പറയാൻ. യുദ്ധം ചെയ്താൽ കുറച്ചവരൊക്കെ മരിക്കണം, അതതിൻ്റെ ഒരു രസം എന്ന്. അല്ലെങ്കിൽ എല്ലാവരും യുദ്ധം ചെയ്യാൻ പോലെ മരിക്കത്തൊന്നുമില്ല, നമുക്ക് ചുമ്മാ അടിച്ചിട്ട് വരാൻ രസമല്ലേ, ടൈം പാസ് പോകും, ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആവുമല്ലോ എന്നോർത്ത്. അതുകൊണ്ട് യുദ്ധം ചെയ്താൽ സ്വാഭാവികം മരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മരിക്കും. ഇത് വലിയ കാര്യമൊന്നും. അന്തിമ വിജയമാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. അതാണ് ഞാൻ സ്ഥിരമായി പറയുന്നത്. അഫ്ഗാനിസ്ഥാനിലും വിയറ്റ്നാമിലും അതുപോലെ ഗസയിൽ പോലും അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഒരു അന്തിമ വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ എല്ലാവരും കോംപ്രമൈസ് വെച്ച് അവർ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അതിപ്പോൾ ഇറാനിൽ സംഭവിക്കാൻ പോവുകയാണ്. ഇസ്രായേലിൻ്റെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഗുരുതരമായി പരിക്കേറ്റ 1400 ഇസ്രായേലികളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ്. പിന്നെ മരിച്ചവരുടെ എണ്ണം ഇസ്രായേൽ സർക്കാർ ഒരിക്കലും പുറത്തുവിടില്ല എന്നുള്ളതാണ്. ഇറാന്റെ ഓരോ ആക്രമണത്തിന് ശേഷവും ഒരാൾക്ക് നിസാരമായി പരിക്കേറ്റു എന്ന് മാത്രമേ ഇസ്രായേൽ എന്നും പറയാറുള്ളൂ. നമ്മളെല്ലാം കാണുന്നതാണ്. കാരണം അവിടേക്ക് വരുന്ന മിസൈലുകളെല്ലാം ആൾക്കാരിങ്ങനെ ഈ കവറ് വെച്ച് പിടിച്ചിട്ട് കൊണ്ട് കുഴിച്ചിടുക, ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ആരും ചാകുകയല്ല. അവിടെ സെമിത്തേരികളുടെ എണ്ണം ഇങ്ങനെ കൂടുകയാണ്. സ്ഥലമില്ല, രാജ്യത്തിന് പകുതി ഇപ്പം സെമിത്തേരിയായി. എന്നാൽ കുറച്ച് ജനങ്ങളുള്ളൂ, ഒരുപാട് ജനമുള്ളൂ അവിടെ. അതെല്ലാം പകുതിയോളം മണ്ണിനടിയിലായി. കുറേ ലക്ഷക്കണക്കിന് മണ്ണിനടിയായി. പട്ടാളത്തിൽ പോയി എല്ലാവർക്കും നിർബന്ധിത പട്ടാള സേവനം ഉള്ളതുകൊണ്ട് ഇവന്മാരെല്ലാം പോയി പട്ടാളത്തിൽ പോയി ചേർത്ത്. ചെറുപ്പക്കാരില്ല എന്ന് വേണം പറയാം. അപ്പം വയസ്സായ ഒരു നെതന്യാവിനെ പോലെ വയസ്സും പ്രായമായ കുറേ കളവന്മാർ മാത്രമേ ഇസ്രായേലുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം രാജ്യം വിട്ടിട്ടുള്ളൂ. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ യുദ്ധം ചെയ്യേണ്ടി വരും, പട്ടാളത്തിൽ ചേർന്ന് യുദ്ധം ചെയ്യണം. അതുകൊണ്ട് ഇസ്രായേലിൽ നിന്ന് എല്ലാവരും സ്ഥലം വിടുക. കളവന്മാർ കുറേ അവിടെ കിടപ്പുണ്ട്. ഇവരെല്ലാം ഷെൽട്ടറിൽ കയറി വിളിച്ചിരിക്കുകയാണ്. അത് കുറേ ആൾ കഴിയുമ്പോൾ പുറത്തിറങ്ങി വരും. യുദ്ധമൊക്കെ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഇറങ്ങി വരുന്നത് തന്നെ. അവരറിയുന്നില്ലല്ലോ, ഒക്കെ മരിക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഓരോ ദിവസം കഴിയുന്നോറും ഇറാൻ പുതിയ പുതിയ ആയുധങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിന് മേൽ നടത്തുന്നതിനാൽ ഇസ്രായേലിൽ നാശനഷ്ടങ്ങളുടെയും മരണത്തിന്റെയും കണക്ക് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. കൂടാതെ ലെബനോണിൽ നിന്നും ഹിസ്ബുള്ളയുടെ ആക്രമണവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പഴയപോലെയല്ല, ഹിസ്ബുള്ള ഇപ്പം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
അത് ഇസ്രായേലിനെ സംബന്ധിച്ച് കൂടുതൽ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഹിസ്ബുള്ളയെ നേരിടാൻ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ലെബനോനിലേക്ക് കരമാർഗം പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റുമുട്ടൽ അവിടെ അതിശക്തമായിട്ട് നടക്കുകയാണ്. ലെബനോനിൽ ഇപ്പോൾ ഇസ്രായേൽ അതിഭയാനകമായ രീതിയിൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരുപാട് വീഡിയോ ഫുട്ടേജുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലെബനോനികളെ ഒരുപാട് പേരെ ഇവർ കൊല്ലുന്നുണ്ട്. തിരിച്ചും സംഭവിക്കുന്നുണ്ട്. ഇവരുടെ ടാങ്കുകളൊക്കെ മെർക്കാര ടാങ്കൊക്കെ ചുമ്മായിരുന്നു പൊട്ടിത്തെറിക്കുക ലെബനോനിൽ കിടന്ന്, പണ്ട് ഗസയിൽ പൊട്ടിയ പോലെ തന്നെ. ഈ ലെബനോനിലേക്ക് സൈന്യം അങ്ങനെ കയറി നിൽക്കുകയാണ്. കാരണം ഇറാൻ ഇനി അവിടെ ഒരു വേറെ ഗുണമുണ്ട്. ഇറാനിൽ നിന്ന് ഒരു കരസൈന്യം കൊണ്ട് അവസാനം കയറി വന്നു കഴിഞ്ഞാൽ അവിടെ കിടന്ന് അടിക്കുക. ലെബനോൻ കത്തിപ്പോക്കുള്ളൂ, ഇസ്രായേലൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് അവിടെ പോയി നിൽക്കുകയാണ് ഈ കരസൈന്യം. മറുപടി ഐഡിയ എങ്ങനെയാണ്? ഇസ്രായേലിനകത്തോട്ട് ഒരുത്തിനെ കയറാതിരിക്കാൻ വേണ്ടി ഒരു മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിലേക്ക് ഒരുപക്ഷെ സൈന്യം പ്രവേശിക്കും എന്നുള്ളതാണ് വാസ്തവം. ഇങ്ങനെ ഇറാനെയും പ്രോക്സികളെയും നേരിടാൻ കഴിയാതെ യുദ്ധം പരാജയപ്പെടും എന്ന ഭീതി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഉള്ളിൽ അതിശക്തമായിട്ട് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ മറ്റ് ഒരു രാഷ്ട്രങ്ങളും അമേരിക്കയ്ക്കൊപ്പം യുദ്ധത്തിൽ പ്രവേശിക്കാത്തതും ട്രംപിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇതൊക്കെ മറ്റു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. എന്നാലും സാഹചര്യം അനുസരിച്ച് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് പല കാര്യങ്ങളും. ഇങ്ങനെ യുദ്ധം മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ വിജയിക്കാൻ ഒരു സാധ്യത കാണുന്നില്ല എന്ന് അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപിന് മനസ്സിലായതുകൊണ്ട് ഇറാനിലെ സർക്കാർ വിരുദ്ധ കുർദ് തീവ്ര സംഘടനകൾക്ക് ആയുധങ്ങൾ കൊടുത്ത് ഇറാനിൽ കയറി കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് സർക്കാരിനെ അട്ടിമറിക്കുക എന്നൊരു പുതിയ തന്ത്രം പ്രയോഗിക്കാനുള്ള ഒരു ഇതുമായിട്ടാണ് അമേരിക്ക ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവരും ഈ സംഘടനകൾക്ക് ആയുധം കൊടുക്കുമെന്നാണ് ഇവർ. ഈ സംഭവം ഇറാൻ സർക്കാരിന് മനസ്സിലായിട്ടുണ്ട്. ഇത് അവർ മുൻകൂട്ടി അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇറാനിയൻ സർക്കാർ ഇറാനിലെ കുർദുകൾ അധിവസിക്കുന്ന സനന്ദജ്, മഹാബാദ്, സാഖട്ട് തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ വലിയ ആക്രമണങ്ങൾ നടത്തുകയും സർക്കാർ വിമത കുർദുകളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് അവർ അണ്ടർഗ്രൗണ്ട് ജയിലിലേക്ക് ആക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി അവന്മാർ തിരിച്ച് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം പിന്നീട് അറിയാം. കാരണം അവരെല്ലാം രാജ്യവിരുദ്ധരാണ്. രാജ്യം വിദേശ രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം രാജ്യത്ത് തന്നെ അവിടുത്തെ ഗവൺമെൻറ് അട്ടിമറിക്കാനോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. അത് ഒരു അറബ് രാഷ്ട്രമായതുകൊണ്ട് അവരെ കുർദുകളെ പാവങ്ങളെ കൊല്ലുന്നു എന്ന് പറയാൻ പറ്റില്ല. ഏത് രാജ്യത്തായാലും വിമതരാണ്. സർക്കാരിന് ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്ന വിമതര് തന്നെയാണ്. ഇവന്മാരെ കൊല്ലുക തന്നെ വേണം. അവിടെ അവർ ചെയ്യുന്നത് പ്രതിഷേധമല്ല, രാജ്യത്തെ തകർക്കാൻ വേണ്ടി വിദേശികൾക്ക് ഒറ്റുകൊടുക്കുകയാണ്. അവരിൽ നിന്ന് ആയുധം സ്വീകരിക്കുക, അവിടെ രാജ്യത്തെ സൈന്യവുമായിട്ട് യുദ്ധം ചെയ്യാൻ ശ്രമിക്കുക, അതല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മൊസാദിനെ ഈ ചാരപ്രവർത്തനത്തിന് സഹായിക്കുക. ഇങ്ങനെ വളരെ ഗുണകരമായ പ്രവർത്തികളാണ് ഈ കുർദുകൾ സ്വന്തം രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നോർക്കണം. അതൊരു നല്ല പ്രവൃത്തിയാണ്. സ്വന്തം തല പോകുന്ന കളി അവന്മാർ കളിച്ചു, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക എന്ന് പറയും. അമേരിക്ക സ്വന്തം രാജ്യത്തെ വിമതരായ കുർദുകൾക്ക് ആയുധം കൊടുക്കാൻ ശ്രമിക്കുകയും രാജ്യത്തെ സൈന്യത്തിനെതിരായി ഇവർ യുദ്ധം ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത് കാരണം ഇങ്ങനെയൊക്കെ ചെയ്ത് അമേരിക്ക ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ഇസ്രായേലിൻ്റെ ഡിമോണ ആണവ കേന്ദ്രം ആക്രമിച്ച് തകർക്കുമെന്നാണ് ഇറാൻ ഇന്നലെ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇത് ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ISNA അഥവാ ഇറാനിയൻ സ്റ്റുഡൻസ് ന്യൂസ് ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് വളരെ അപകടകരമായ ഒരു റിപ്പോർട്ടായിട്ട് വേണം കാണാൻ. യുദ്ധം പുതിയ വഴിത്തിരിയിലേക്ക് മാറാനുള്ള എല്ലാവിധ സാധ്യതയും മുന്നിൽ തെളിയുകയാണ്. നിലനിൽപ്പാണല്ലോ എല്ലാവരുടെയും പ്രശ്നം. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ആണവായുധ പ്രയോഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നിലവിൽ അതീവ ഗൗരവത്തോടെയാണ് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഔദ്യോഗികമായി തങ്ങൾ ആണവ ശക്തിയാണെന്ന് സമ്മതിച്ചിട്ടില്ലെങ്കിലും ലോകത്തെ പ്രധാന ആണവ രാജ്യങ്ങളിൽ ഒന്നായിട്ടാണ് ഇസ്രായേലിനെ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലും ഇറാനും ഒറ്റ പിച്ചാണ്. ഇവന്മാർക്ക് രണ്ടുപേരും ആണവശക്തിയായിട്ട് ലോകം അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഇസ്രായേൽ വലിയ ക്യാമറായിട്ട് എന്നെ എല്ലാവരും അംഗീകരിച്ചാണ് ഞാൻ വലിയ ആണവശക്തിയാണെന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് ലൈസൻസ് ഒന്നുമില്ല. ഇത് തന്നെയാണ് അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഇസ്രായേലിൻ്റെയും ആണവ കേന്ദ്രങ്ങളെ തകർത്തുകളെ അല്ലെങ്കിൽ ഇസ്രായേലിനോട് ഇതേ നിലപാട് വേണം സ്വീകരിക്കാം. നിങ്ങൾ ആണവം ഉണ്ടാക്കാൻ പറ്റില്ല, എല്ലാം നശിപ്പിച്ച് കളയണം എന്ന് വേണമെങ്കിൽ അമേരിക്കയ്ക്ക് പറയാം. പക്ഷേ അമേരിക്ക പറയില്ലല്ലോ. അതായത് പറഞ്ഞ ഏകപക്ഷീയമായ ഒരു നിലപാടാണ് ഈ മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക എടുക്കുന്നത്, അല്ലെങ്കിൽ യൂറോപ്പ് എടുക്കുന്നത്, അല്ലെങ്കിൽ UN എടുക്കുന്നത്. ഇത് വംശീയ വിദ്വേഷം അല്ലെങ്കിൽ വർഗീയത എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പച്ചയ്ക്ക് പറഞ്ഞാൽ വർഗീയത എന്ന് പറയുന്നത് നല്ലത്. അത് ഇന്റർനാഷണൽ ഭാഷയിൽ പറയുമ്പോൾ വംശീയ വിദ്വേഷം എന്നൊന്ന് പറയും. പച്ചയ്ക്ക് പറഞ്ഞാൽ മുസ്ലിം വിരോധം. അതിന് കൂടുതൽ ഡെക്കറേഷൻ ഇത് ആവശ്യമില്ല, ഡെക്കറേറ്റ് ചെയ്യുകയും വേണ്ട. മുസ്ലിം വിദ്വേഷം. ഇവിടെ ചിലവന്മാർ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞൊരു വാക്കും അടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഈ മറുനാടൻ മലയാളിയെ പുള്ളി കാണുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം. എന്താണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല. ഇവിടെ എല്ലാവരും പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. അതായത് അതിൻ്റെ ഭാഗമാണ് ഇസ്ലാമിക തീവ്രവാദം എന്നൊക്കെ ഇടമാർ അടിച്ചുവിടുന്നത്. എന്തുകൊണ്ടേ ഇവിടെ ആർക്കാണ് ഇസ്ലാമിക തീവ്രവാദം ഉള്ളത്? ഇവിടെ മുസ്ലിങ്ങളെ തീവ്രവാദമാണ്. ചുമ്മാ വന്നിരുന്ന് ചൊറിയുമ്പോൾ തിരിച്ച് അടിക്കുക, അല്ലെങ്കിൽ അതിനെന്താ റിയാക്ട് ചെയ്ത് തീവ്രവാദം. ഇതല്ലേ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇറാന്റെ ആണവ പദ്ധതികൾ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്നും ഇറാൻ ആണവായുധം നിർമ്മിച്ചാൽ അത് ഇസ്രയേലിനെതിരെ പ്രയോഗിക്കുമെന്ന് അവർ ഭയപ്പെടുന്നതിനാലും അത് തടയാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഈ നെതു ഇങ്ങനെ പല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പുള്ളിയുടെ സ്ഥിരം പരിപാടി മുന്നറിയിപ്പ് നൽകലാണ്. അത് തോപ്പിക്കാൻ വേണ്ടി ഏതറ്റവും വരെ പുള്ളി പോകുന്നു. ഏതറ്റത്തോട്ടാണ് പുള്ളി പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പുള്ളിക്ക് ഒരറ്റവും ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല. പുള്ളി കുറേ അടിച്ച് കുറേ നാശം പുള്ളി മേടിക്കും. അവിടെയും കുറേ കുഞ്ഞുങ്ങളെയും കുറേ പെണ്ണുങ്ങളെയും കൊല്ലും. ഇതാ പുള്ളി കുറേ നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇസ്രായേലിന് ഒരിടത്ത് ഒരിടത്ത് വിജയമൊന്നും ഉണ്ടായിട്ടില്ല. സമാധാനമായിട്ട് ഇസ്രായേൽ കിടന്നുറങ്ങിയിട്ട് വർഷങ്ങളായി. ഇസ്രായേൽ എന്ന് ആരംഭിച്ചോ അന്ന് തൊട്ട് ഇവന്മാരും സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്നിട്ട് ഞങ്ങൾ ഈ ഇറാനെ നശിപ്പിക്കാൻ ഏതറ്റം വരെ പോകുമെന്ന് പറഞ്ഞാൽ അത് മെഡിറ്ററേനിയൻ കടലിൻ്റെ അറ്റം വരെ പോയിട്ട് തിരിച്ചു വരിക, അവിടുത്തെ ബീച്ചിൽ പോയി കുറച്ചു നേരം കിടന്നിട്ട് വരിക, ഇതേ നടക്കുള്ളൂ, വേറെ മാർഗമില്ല. ഇസ്രായേൽ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇറാന്റെ നിലപാട് തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണ് എന്നാണ്. അതായത് അവർക്ക് കറണ്ട് വേണം, മറ്റു വെള്ളത്തിന് വേണം, ഇങ്ങനെ പല ആവശ്യങ്ങൾക്കും ആണവ പദ്ധതി ആവശ്യമുണ്ടല്ലോ, അതിനുവേണ്ടിയാണെന്നൊക്കെയാണ്. ചുമ്മാതാണ്. ദേശം വേറെ തന്നെയാണ്, ഇസ്രായേലിന് പണി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം മുറുകുകയും തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾക്കോ ആണവ കേന്ദ്രങ്ങൾക്കോ നേരെ വലിയ ആക്രമണം ഉണ്ടാവുകയും ചെയ്താൽ നിലവിലെ ആണവ നയം മാറ്റും എന്ന് അടുത്തിടെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആണവായുധം എടുത്ത് പ്രയോഗിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ശരി തന്നെയല്ലേ? ഇപ്പോൾ ആക്രമണം നടന്നുകൊണ്ടിരിക്കുക, ഇറാനുമാരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആണവായുധം പ്രയോഗിക്കാനുള്ള സമയം എത്തിയിരിക്കുന്നു. അവരുടെ കയ്യിൽ ആണവായുധമൊന്നും ഇല്ലെങ്കിൽ അവർ ഇത്രയും ധൈര്യത്തിൽ പുറത്ത് ഇറങ്ങില്ല. കാരണം യുദ്ധത്തിന് വേണ്ടി അമേരിക്കയും ഇസ്രായേലുമായിട്ട് തയ്യാറാവില്ല. കാരണം അവന്മാർക്കറിയാം ഇവന്മാരടിച്ചിട്ട് പാടെ പോകുന്നു. അതുകൊണ്ട് ഇറാൻ ഒരിക്കലും ആണവായുധം കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയും ഇസ്രയേലുമായിട്ട് ഇത്രയും ബലം പിടുത്തം ഉണ്ടാവില്ല. പണ്ടേ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ഉണ്ടായി ഒരു എഗ്രിമെൻ്റ് എഴുതി ഞങ്ങളിതൊന്നും ഉണ്ടാക്കുന്നില്ല പോവുക എന്ന് പറഞ്ഞ് വെട്ടിമടക്കി പോയാൽ ഇത് സംഗതി അവരെ സെറ്റാക്കി വെച്ചിരിക്കുക. ഇപ്പോൾ അവ കിട്ടിയ അവസരമാണ്, ഇസ്രായേലിനെ നശിപ്പിക്കാൻ പറ്റിയ അവസരമാണെന്ന് കണ്ടുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ അതിശക്തമായ രീതിയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിക്കക്കള്ളി ഇല്ലെങ്കിൽ അണുബോംബ് വിടുക, ഇത് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇസ്രായേലിനെ തീർക്കുക എന്നുള്ളത് മാത്രമേ ഒരു അടിസ്ഥാനപരമായ ആത്യന്തികമായ ഇറാന്റെ ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ. ഇവരിങ്ങനെ തമ്മിൽ തൊട്ടിക്കൊട്ടും ചുരണ്ടി നിൽക്കുമ്പം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി തലവനായ റാഫേൽ ഗ്രോസി ഉൾപ്പെടെയുള്ളവർ ഇറാന്റെയും ഇസ്രായേലിന്റെയും ആണവ കേന്ദ്രങ്ങൾ പരസ്പരം ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ളതിനെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ ആശങ്ക എന്ന് പറഞ്ഞാൽ ഇറാന്റെയും ഇസ്രായേലിന്റെയും ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നുള്ള ആശങ്കയല്ല, ഇസ്രായേലിന്റെ ആണവ കേന്ദ്രം തകർക്കപ്പെടുകയോ അല്ലെങ്കിൽ ഇസ്രായേൽ എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ള ആശങ്ക മാത്രമേ ഉള്ളൂ. ഇറാന്റെ പോയ പോട്ട് പുല്ലെന്ന് പറയത്തുള്ളൂ. ഇവരൊക്കെ അവിടെ പോയിട്ട് ആണവ പരിശോധന എന്നൊക്കെ പറഞ്ഞ് പോയി ഒറ്റിക്കൊടുത്തവരാണ്. ഇവരൊന്ന് ഇറാന് കയറ്റിയാലേ ഇപ്പം ഇറാൻ തീർത്തുകളെയും തൂക്കിക്കൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇറാനിൽ കയറുകയല്ല മേടിച്ചിട്ട്, കഴിഞ്ഞ രാഷ്ട്രീയ ശേഷം പുള്ളി കയറുകയില്ല, പേടിയാ. ഇനി വല്ല മുഖം മൂടിയൊക്കെ വെച്ചിട്ട് എങ്കിലേ ഉള്ളൂ. അല്ലാതെ ഇവരൊന്നും ഒരിക്കലും ഈ ആണവോർജ ഏജൻസിയിലുള്ള ഒരൊറ്റ അന്വേഷണ ഉദ്യോഗസ്ഥരും ഒരിക്കലും ഇറാനിലേക്ക് ഇനി ഒരു അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ട് കയറി ചെല്ലില്ല. തീർത്തുകളയന്മാർ പിടിച്ചു വെക്കും. ഏതൊരു ആണവ കേന്ദ്രത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണം വലിയ തോതിലുള്ള ആക്റ്റീവ് മലിനീകരണത്തിന് കാരണമാകും എന്നുള്ള കാര്യം വലിയ പ്രസക്തമാണ്. അത് നമ്മൾ ഓർക്കേണ്ടതാണ്. കാര്യം മനുഷ്യനെ കൊല്ലാനാണല്ലോ ഇതെല്ലാം അവർ ഉപയോഗിക്കുന്നത്. ഏത് രാജ്യമായിക്കോട്ടെ, ഇത് മരിക്കുന്നത് മുഴുവൻ സാധാരണക്കാരാണ്. അവരെ കൊല്ലാനല്ലേ ഇത് ഉപയോഗിക്കുന്നത്. ഇസ്രായേലിൻ്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ സ്കൂളുകൾ, കുട്ടികൾ എവിടെയുണ്ടോ അവിടേക്കാണ് ഉമ്മാർ കൊണ്ട് ഇസ്രായേലും അമേരിക്കയൊക്കെ ബോംബിടുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ നെക്സ്റ്റ് ജനറേഷനാണ് അവർ കൊല്ലാൻ ശ്രമിക്കുന്നത്. അത് തന്നെയുമല്ല, കൂടുതൽ ആൾക്കാരെ കൊല്ലുമ്പോൾ യുദ്ധത്തിൽ ഒരു മേൽക്കോയ്മ ഉണ്ടായി എന്ന് ലോകം മുഴുവൻ അറിയപ്പെടും. കാരണം കുട്ടികളെ കൊല്ലുവല്ല, മരണസംഖ്യ കൂടുമ്പോൾ ആ വാർത്ത പെട്ടെന്ന് പുറത്തു വരുമല്ലോ. ഇപ്പം രാജ്യമായാൽ പോലും പുറത്ത് വിടേണ്ടി വരും. സ്വന്തം പോലും നമ്മുടെ ഇത്ര ആൾക്കാരെ കൊന്നു, ഒരു ഭയങ്കര അതിഭീകരമായ ആക്രമണങ്ങൾ നടത്തുന്നു, പൊതുജനങ്ങൾ കൊല്ലുന്നു, സാധാരണക്കാരെ നിരപരാധികളെ കൊല്ലുന്നു എന്നൊക്കെ പബ്ലിക്കിനെ അറിയിക്കാൻ വേണ്ടി ഇവർ മരണസംഖ്യ പുറത്തു വിടുമ്പോൾ മറ്റവനെ ഇങ്ങനെ കോളറൊക്കെ വിളിച്ച് നിൽക്കും. കണ്ടോ എൻ്റെ ശക്തി കണ്ടോ, ഞാൻ ഇവൻ പോയിട്ട് അടിക്കുന്ന അവിടുത്തെ പട്ടാളക്കാരെ കൊല്ലാൻ കഴിയും, എൻ്റെ പട്ടാളക്കാർ മുഴുവൻ ചത്തുപോയിക്കൊണ്ടിരിക്കുക. ഇവർ തിരിച്ച് അതുപോലെ തന്നെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ബോംബ് ചെയ്താൽ തീരുന്ന കേസേ ഉള്ളത്. പക്ഷേ ഇറാനത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇറാൻ ചെയ്യുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, അതായത് ജനങ്ങൾ താമസിക്കുന്നിടത്തല്ല, അതായത് മിലിറ്ററി ക്യാമ്പുകൾ, അതല്ലെങ്കിൽ സർക്കാർ ഓഫീസുകൾ, അതല്ലെങ്കിൽ ഇതുപോലെ മിലിറ്ററി ക്യാമ്പ് തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇറാൻ ബോംബിങ് ചെയ്യുന്നത്. അതല്ലാതെ ടെല്ലവീവിലെ സാധാരണക്കാർ ഇവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പശുവിനെ കറന്നുകൊണ്ടിരിക്കുന്ന തന്നെ മണ്ടയ്ക്ക് കൊണ്ട് ബോംബിട്ട് വന്നിട്ട് ഞാൻ വലിയ കേമനാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇറാൻ ചെയ്യാത്തതാണ്. പക്ഷേ ഇസ്രായേൽ അങ്ങനെയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും കുഗ്രാമത്തിലേക്ക് കൊണ്ടിടും. പിള്ളേർ മിഠായി മേടിച്ച് കടയിൽ നിന്ന് പോകുന്ന വഴിക്ക് അവരുടെ മണ്ടയ്ക്കിട്ട് ഇതിട്ട് ബോംബ് ഇട്ടിട്ട് വലിയ ഗമയ്ക്ക് കാണിക്കുക, കണ്ടില്ലേ ഞങ്ങൾ കൊന്നിരിക്കുന്നു. ഇതാണ് ഇവരുടെ അവസ്ഥ. ഇത്രയും ദാരിദ്ര്യമാണ് ഇവന്മാരുടെ ആക്രമണം എന്ന് പറഞ്ഞാൽ. കാരണം വെറും പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ആക്രമണം നടത്തുന്നവന്മാരാണ്. കാരണം ലോകത്തിനെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതല്ലാതെ യുദ്ധവിജയമൊന്നുമില്ല. യുദ്ധ അവസാനം ഇവന്മാർക്കറിയാം, എവിടെയെങ്കിലും കാലൊക്കെ പിടിച്ച് കോംപ്രമൈസ് ആക്കി എടുക്കാൻ ഇവർക്കറിയാം.
പക്ഷേ അതുവരെ ഇങ്ങനെ കൊളർ വിളിച്ച് നിൽക്കുക, ഞങ്ങൾ വലിയ യുദ്ധക്കാരാണ് കേട്ടോ, എല്ലാവരും ഞങ്ങളെ പേടിച്ചോളണം. ഇത് മേടിക്കും. മിഡിൽ ഈസ്റ്റിലുള്ള അറബികൾ മേടിക്കും, വേറെ ആരും മേടിക്കാൻ, അല്ലെങ്കിൽ യൂറോപ്യന്മാർ പേടിക്കും. വേറെ ആർക്കും പേടിയില്ല. റഷ്യ പേടിക്കില്ല, ചൈന പേടിക്കില്ല, കൊറിയ പേടിക്കില്ല, ഇറാനും പേടിക്കില്ല. ഇവരെ പേടിപ്പിക്കാനായി കളിക്കുന്നപ്പോഴേ ഇവരാരും പേടിക്കില്ല. പിന്നെ ഇതുകൊണ്ട് തന്നെ പ്രയോജനം ഇരിക്കുന്നു. ഇസ്രായേലിൽ ഇവർക്കാർക്കും വിലയില്ലെന്നുള്ളവർ ഇപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പോൾ മധ്യേഷ്യയിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വിജയം പരീക്ഷിക്കപ്പെടുകയാണെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ വിജയം നേടാൻ വേണ്ടി ജപ്പാനിൽ അണുബോംബ് നിക്ഷേപിച്ച അമേരിക്ക അതേ തന്ത്രം ഇറാനിലും പരീക്ഷിക്കുവാനുള്ള സാധ്യത ആരും തള്ളിക്കളയുന്നില്ല എന്നോർക്കണം. പക്ഷെ ഇതിനുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, അന്ന് അമേരിക്കയുടെ കയ്യിൽ മാത്രമേ ആണവ ബോംബുള്ളൂ. അതായത് റഷ്യ, അങ്ങനത്തെ ചൈന, ഇങ്ങനത്തെ വലിയ രാഷ്ട്രങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ ആണവ ബോംബുള്ളൂ. ഇത് പെട്ടിക്കടയിലും കിട്ടും, ബംഗ്ലാദേശിൻ്റെ വരെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഇറാൻ്റെ കയ്യിലും അതുണ്ട്. അമേരിക്ക ഇട്ടിട്ട് തിരിയുമ്പോൾ അമേരിക്കയിലും തിരിച്ച് ഇതേ സാധനം എത്തും. കാരണം അമേരിക്കയെ ആക്രമിക്കാൻ തക്ക ദൂരം ഉള്ള മിസൈൽ ഇറാൻ വികസിപ്പിച്ചിട്ടുണ്ട് എന്ന് അമേരിക്ക തന്നെയാണ് പറയുന്നത്, അല്ല വേറെ ആരും പറയുന്നില്ല. അതായത് 12,000 കിലോമീറ്റർ 10,000 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈൽ ഇറാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അമേരിക്കയാണെന്ന് ട്രംപാണ് പറയുന്നത്. അതിനകത്തോട്ടൊന്നും കയറ്റി വിട്ട് കഴിഞ്ഞാൽ വാഷിങ്ടനൊക്കെ തുരുതുരാന്ന് ആൾക്കാർ വീണ് ചാവും. അപ്പം ആ ഒരു ഭയം അമേരിക്കയ്ക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഇസ്രായേലിലാരും ഒന്നും പറയണ്ട, ഇസ്രായേൽ പിന്നെ കാണുകല്ലോ. ഇസ്രായേൽ ഭൂമുഖത്തൊന്നും ഇല്ലാതാക്കുമെന്ന് പറഞ്ഞാൽ തന്നെ ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. തീർന്നു പോകത്തുള്ളൂ, കത്തിക്കരിഞ്ഞു പോകത്തേ ഉള്ളൂ. എന്തായാലും ഞാൻ ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്.